എറണാകുളം പള്ളിക്കരയിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മുട്ടംതോടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. വീടിന്റെ 2 മുറികൾ പൂർണ്ണമായും തകർന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്കാണ് ഭക്ഷണത്തിൽ ഒരു കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭക്ഷണത്തിൽ ഒരു മണ്ണ് തെറിച്ച് വീഴാൻ ഇതൊരു ശബ്ദം കേട്ട് ഇവിടെ എന്തോ ചെറുതായിട്ട് വീഴണ്ടല്ലോ എന്ന് പറഞ്ഞ വൈഫ് നേരെ ജനൽ തുറന്ന് നോക്കുമ്പോൾ വലിയൊരു മല തന്നെ നേരത്തേക്ക് പോരെയാണ്. പിന്നെ വന്നത് ഒരു കട്ട വന്നത് ഇതിനകത്തേക്ക് ഇടിച്ചിട്ട് ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് നേരെ കിടക്കുന്ന റൂമിലേക്ക് വന്ന് ഇരുന്നെങ്കിൽ അവസ്ഥ എന്ന് പറയുക. കുട്ടിയുടെ പരീക്ഷ പേപ്പർ എഴുതിയതും ബുക്കുകളും യൂണിഫോമും ഒക്കെ ഇതിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. മല ഇങ്ങനെ ഇളകി വന്നത് ഞാൻ കണ്ടേ. എൻ്റെ മേത്തോ തെറിച്ചിട്ട് ഞാൻ തെറിച്ച് ഹോളിലേക്ക് വീണു. ഇവരൊക്കെ ഓടിക്കോളാൻ പറഞ്ഞ ഇങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടി. പിന്നെ ഞാനും പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ അത് കഴിഞ്ഞ പിന്നെ അപ്പോഴേക്ക് കറണ്ടും പോയി, ലൈനൊക്കെ കട്ടായി പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴാണ് ഈ ഒരവസ്ഥ ഉണ്ട്. അന്നേരത്തെ ഞങ്ങൾ കിടന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുള്ളൂ. മോൾക്ക് പരീക്ഷ ഉണ്ടായതുകൊണ്ടാണല്ലേ ഇത് വൈകിയത്. അങ്ങനെയാണ്. ഷംന അശോക് ചേരുന്നു വിവരങ്ങൾ നൽകാൻ. ഷംന, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. എന്തായാലും ആ വീട്ടുകാരൊക്കെ സുരക്ഷിതരാണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അവിടെ? ഫാരിഷ, വീട്ടുകാർ സുരക്ഷിതരാണ് എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ആശ്വാസമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ കുഞ്ഞിന് പരീക്ഷ അല്പം വൈകിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ സാഹചര്യം ആകെ മാറുമായിരുന്നു. നമുക്ക് ഈ കാണുന്ന ആ ഡോറുള്ള ആ സ്ഥലം, അവിടെയാണ് ഇവർ 4 പേരും ഉറങ്ങുന്നത്. അതുകൊണ്ട് ജോമോൻ ചേട്ടൻ വലിയ അത്ഭുതത്തിലും വലിയ ആശങ്കയിലും ഒപ്പം തന്നെ ജീവൻ രക്ഷിച്ചതിൻ്റെ അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവർക്കുള്ളപ്പോഴും അവർ സ്വരുക്കൂട്ടിയ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ്. അത് പോയതിൻ്റെ ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. വലിയ ഒരു മല ഉരുണ്ടു വീഴുകയായിരുന്നു. അത് അവർ പ്രതീക്ഷിച്ചതേ അല്ല. അപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അത് മകൾക്ക് ഓൺലൈൻ എക്സാം 10:15-നാണ്. 10:15 എക്സാം ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ 4 പേരും കൂടി ഭക്ഷണം കഴിക്കാനായി അടുക്കള വശത്തേക്ക് പോകുന്നത്. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടാണ് ഈ വീട്ടുകാരിയായ ജോമോൻ ചേട്ടൻ്റെ ഭാര്യ പുറത്തേക്ക് വന്ന് ജനൽ വഴി അകത്തേക്ക് നോക്കുന്നത്. അവിടുന്നാണ് ഈ മല ഇങ്ങനെ ഉരുണ്ടു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കുഞ്ഞിൻ്റെ കയ്യിൽ നമുക്ക് കാണാവുന്നതാണ് ചെറിയ തോതിൽ ഈ ജനൽ ചിലകൾ പൊട്ടിയതിൻ്റെ ചെറിയ പരിക്കുകൾ അവൻ്റെ കയ്യിലൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ തന്നെ ഓടി പുറത്തെത്തിയത് കൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷയായത്. അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ 10 മണിക്ക് മുൻപേ ഉറങ്ങുന്ന കുടുംബമാണ്. ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. എത്രത്തോളം ആശങ്ക ആ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടാകണമെന്ന് നോക്കണം. ഏതായാലും ജീവൻ രക്ഷിക്കാനായത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ നിലവിൽ ആ കുടുംബം എങ്ങോട്ടും മാറിയിട്ടില്ല. വില്ലേജിൽ നിന്ന് അധികൃതർ ഉൾപ്പെടെ വന്ന് കണ്ടതിന് ശേഷം മാറാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ആശങ്കയായി മുന്നോട്ട് വെക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് കുഞ്ഞുങ്ങളുടെ പുസ്തകം, കിടപ്പുമുറി, ജോമോൻ ചേട്ടൻ അവിടെ നിന്ന് നോക്കുകയാണ്. അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ട്. ആ മുറിയിലാണ് അവർ കിടന്നുറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഭീകരമായിരുന്നു ആ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇവിടെ നിൽക്കുന്നതിന് അല്പം പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ആ മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് ആ കുടുംബമുള്ളത്. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകണം. കുഞ്ഞുങ്ങളുടെ പുസ്തകം ഉൾപ്പെടെ കിട്ടിയിട്ടില്ല. പുസ്തകവും യൂണിഫോമും മറ്റ് അവരുടെ തുണികളും അവരുടെ കിടക്കയും എല്ലാം പോയിട്ടുണ്ട്. ജനൽ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ്. ഷംന, ഇവിടെ ഇപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം അവിടെ അധികൃതരെങ്ങാനും വന്ന് നോക്കുകയോ മറ്റോ എന്തോ ചെയ്തിട്ടുണ്ടോ? രാത്രി 10:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ പുറത്തെത്തിയതിനു ശേഷം തന്നെ ആളുകൾ ഈ വിഷയം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ പഞ്ചായത്ത് അധികൃതരെ വിളിച്ചിരുന്നു. വില്ലേജ് ഓഫീസർ വന്ന് സാധാരണ ക്രമത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പരിശോധന അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടത്തേണ്ടതുണ്ട്. അല്പസമയത്തിനകം അധികൃതർ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നാശനഷ്ടം കണക്കാക്കേണ്ടതുണ്ട്. എത്രത്തോളം വസ്തുക്കൾക്ക് നാശമുണ്ടായിട്ടുണ്ട്, ഒപ്പം ഇവരെ എങ്ങോട്ടും മാറ്റും എന്നതുൾപ്പെടെ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. അതിന് ഈ പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. താൽക്കാലികമായി ഏതെങ്കിലും സംവിധാനത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ മാറാൻ ഇവരോട് ആവശ്യപ്പെടുകയോ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. നിലവിൽ ഈ കുടുംബം ഇവിടെ തന്നെ കഴിയുകയാണ്. അവർ അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം എങ്ങോട്ട് മാറണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. ഫാരിഷ.